സംഗതി ഏതൊരു വീഡിയോ ഇട്ടാലും അതിനൊക്കെ നെഗറ്റീവ് കമന്റ് അടിക്കുന്ന ആൾക്കാരുണ്ടാവും, പോസിറ്റീവ് കമന്റ് അടിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ തെറി കമന്റ് ഇടുന്ന ആൾക്കാരാണ് സഹിച്ചുടാത്ത. എന്താ പറയുക, ഞാൻ ഒരു വേണ്ടാത്ത വിഷയങ്ങളോ അല്ലെങ്കിൽ ഒരാളുടെ കുറ്റം പറച്ചിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചോ ഒന്നല്ല പറയുന്നത്. ഞാൻ ഹദീസിലുള്ളത്, അതുപോലെ തന്നെ ഖുർആനിലുള്ളത്, അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ പഠിച്ചതായ കാര്യങ്ങൾ, കിതാബിലുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളത്. നിങ്ങൾ കാണുന്നതാവും. അല്ലാതെ ഒരാൾ കുറ്റം പറയുന്നത് ഇട്ടിട്ടില്ല, അതുപോലെ തന്നെ തെറി പറയുന്നത് ഇട്ടിട്ടില്ല, അങ്ങനത്തെ ഒന്നും ഇട്ടില്ല. പക്ഷേ ഇന്ന് രാവിലെ ഇന്നലത്തെ വീഡിയോക്കും ഞാനത്തെ വീഡിയോക്കും ഒരു അക്കൗണ്ട് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് കമൻറ്റും കാണിച്ചു തരാം, അതുപോലെ അക്കൗണ്ടും കാണിച്ചു തരാം. ഇൻസ്റ്റയിൽ ഒരു 10-16 കമൻറ്റ് പച്ചത്തെറി, നമ്മളെ ജീവിതത്തിൽ അറപ്പ് തോന്നിക്ക് നമുക്ക് പറയാൻ മടിക്കുന്ന തരത്തിലുള്ള പച്ചത്തെറി കമൻറ്റ്. എന്തിനായിക്കല്ലോ ഉടനെ ഞാൻ ആ സുഹൃത്തിനോട് ചോദിക്കുക. ഒരു പെൺകുട്ടിയാണ്, പെണ്ണിൻ്റെ ഐഡിയ ആണുള്ളത്, അത് ഫേക്കാണോ എന്ന് എനിക്കറിയില്ല. ഒരു പൂവി എന്ന് പറയുന്നൊരു അക്കൗണ്ടാണ്, ഞാൻ കാണിച്ചു തരാം, സ്ക്രീൻ നിങ്ങൾ കാണാം. അപ്പോൾ ഞാൻ പറയാനുള്ളത്, ഞാൻ നിങ്ങളെ തെറി പറഞ്ഞിട്ടില്ല, നിങ്ങൾ തെറി കമൻറ്റിൻ്റെ വീഡിയോ ചെയ്യാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഒന്നും തന്നെ ചെയ്യാത്ത ഒരു ഹദീസ് അല്ലെങ്കിൽ ഒരു ഖുർആൻ അല്ലെങ്കിൽ ഒരു നല്ല കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാൻ പറ്റുമെങ്കിൽ മാത്രം കേട്ടാൽ മതി. അതിൻ്റെ അടിയിൽ പച്ച തെറി ഈ സ്ക്രീനിൽ പറയാൻ പറ്റൂല. അമ്മാതിരി തെറി കമൻറ്റ് ഇട്ടിട്ട് എന്തിനാ വെറുതെ ഇതിട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് ഈ തെറി കമൻറ്റ് ഇട്ടിട്ട്? അപ്പോൾ ദയവ് ചെയ്ത് കാണാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട, ഒഴിവാക്കി സ്കിപ്പ് അടിച്ച് പോയാൽ മതി. എല്ലാ വീഡിയോക്കും അടിയിൽ ഈ തെറി കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് അതൊന്നും നിർത്തിക്കാല്ലേ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആട്ടും ഇങ്ങോട്ടും ഒന്നും ഇതുവരെ കാണാത്ത ആൾക്കാരായിരിക്കും നമ്മൾ. അപ്പോൾ വെറുതെ എന്തിനാ മനസ്സിനകത്തൊരു പക കൊണ്ടുവരിക അല്ലെങ്കിൽ ഒരു വിഷമം കൊണ്ടെടുക്കണേ? എന്നാ പൊരുത്തപ്പെടിക്കുക, നിങ്ങൾ എന്നെയും കാണൂല, ഞാൻ നിങ്ങളെയും കാണൂല. അപ്പോൾ ഇതൊക്കെ പൊരുത്തപ്പെടിച്ചാലല്ലേ നാളെ റബ്ബിൻ്റെ കോടതിയിൽ രക്ഷപ്പെടണമെങ്കിൽ ഇതൊക്കെ പൊരുത്തപ്പെടിക്കണം. അപ്പം എൻ്റെ ഒരു വീഡിയോ ഞാൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് പ്ലീസ് അങ്ങനത്തെ തെറി കമൻറ്റ് നിങ്ങൾ ഇട്ടില്ലേ? ഓക്കെ.